ഏഷ്യാനെറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊടുത്തൊരു വ്യാജ വാർത്തയെ ആ പരിപാടിയിൽ സംബന്ധിച്ചവർ തന്നെ പൊളിക്കുന്നൊരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്ത് നടന്ന ഒരു ഇവൻറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിഥിയായി പങ്കെടുത്തത്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ വേദിയിൽ വെളിച്ചം കുറവാണ്, കുറച്ചുകൂടി വെളിച്ചമാകാം. സാധാരണഗതിയിൽ ഇത്തരം വെളിച്ചക്കുറവ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസിലാണ്. അതല്ലാതെ ഇത്തരം പരിപാടികളിൽ വെളിച്ചമാകുന്നത് വേദിയിലിരിക്കുന്നവരെയും ഒപ്പം സദസ്സിലിരിക്കുന്നവരെയും കണ്ട് സംസാരിക്കുന്നതാണ് നല്ലതെന്നൊരു അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചു. ആ ദൃശ്യം ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണില്ല. ആ ദൃശ്യം ആദ്യം ഒന്ന് കണ്ടേ. ഹോളിൽ മൈക്ക് ലേശം ലൈറ്റ് ലേശം കൂടിയാകാം. സാധാരണ കലാപരിപാടി നടക്കുമ്പോഴാണ് ഹോളിലെ ലൈറ്റ് ഡിമ്മായിട്ട് നിൽക്കേണ്ടത്. പരിപാടികൾ ഇതുപോലത്തെ നടക്കുമ്പോൾ ഹോളിലുള്ളവരെയും ശരിക്കും കാണേണ്ടതാണ്. അപ്പോൾ ലൈറ്റ് വല്ലാതെ കുറക്കേണ്ട കാര്യമില്ല. ഉഷ്ണലേശം കൂടും. കണ്ടല്ലോ, ഇതിലെവിടെയെങ്കിലും സംഘാടകരെ വിമർശിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു. അരണ്ട വെളിച്ചമായതുകൊണ്ട് കുറച്ചുകൂടി വെളിച്ചമാകാം. പ്രായമേറിയ ഒരു വ്യക്തിയാണ്. സദസ്സിൽ താൻ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ മുഖം കൂടി കണ്ട് സംസാരിക്കാം. ഒപ്പം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവർക്ക് വിദേശത്തുൾപ്പെടെ പല തൊഴിൽ മേഖലയിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംഘടനയുടെ ഇവൻ്റാണ് അവിടെ സംഘടിപ്പിച്ചിരുന്നത്. അതിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. അത് കേട്ട മനുഷ്യനായിട്ടുള്ള ഒരു വ്യക്തിക്കും മുഖ്യമന്ത്രി സംഘാടകരെ വിമർശിച്ചു എന്ന് തോന്നുന്നില്ല. പക്ഷേ ഏഷ്യാനെറ്റിന് തോന്നി. സ്വാഭാവികമായിട്ടും യജമാനൻ ഇവിടെ വന്ന് BJPയുടെ തലപ്പത്ത് ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹം തീറ്റിപ്പോറ്റുന്ന ജന്തുക്കൾക്ക് നാടുനീളെ പോയി എന്ത് ചെയ്യാനായിരിക്കും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തു വന്നത്. അതിനെ പൊളിച്ചിരിക്കുന്നത് പരിപാടിയിൽ തന്നെ പങ്കെടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഈ വാർത്ത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോസ്റ്റ് ചെയ്ത് ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. നുണകൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ അതിനെ നാട്ടുകാർ പൊളിക്കുമെന്ന് പറയുന്നത് ഇതാണ്. പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തി എന്താണ് അവിടെ സംഭവിച്ചു എന്ന് നേരിൽ കണ്ടതാണ്. ആ വ്യക്തി ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വമേധയാ ചെയ്ത് പുറത്തിറക്കിയ വീഡിയോ എന്ന് കണ്ടു. ഈ ഒരു വാർത്ത കണ്ടായിരുന്നു. ഹാളിൽ മതിയായ വെളിച്ചമില്ല, സംഘാടകരെ വിമർശിച്ചു മുഖ്യമന്ത്രി. ഈ ഒരു ഇവൻ്റ് നടന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ടാഗോർ ഹാളിൽ വെച്ച് മ്യൂലേണിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. മ്യൂലേൺ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. കേരള അക്രോസ് ഉള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് സ്റ്റുഡൻസിന് ലേൺ ചെയ്യാനും മെൻറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനും ഓപ്പർച്യൂണിറ്റിയിലോട്ട് ഡൈവ് ചെയ്യാനൊക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ ആനുവലി നടത്തുന്ന ഒരു ഇവൻ്റ് ഉണ്ട്, പെർമ്യൂട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇവൻറ്റിന് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നടന്ന സംഭവമായത് പിണറായി വിജയൻ സാർ അവിടെ എല്ലാ കാര്യങ്ങളും, അതായത് ഉദ്ഘാടനം, അതൊക്കെ പ്രൈസ് കൊടുക്കൽ, അവാർഡ് കൊടുക്കൽ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് തമാശയായിട്ട് പറഞ്ഞത്, അതായത് എൻ്റർടൈൻമെൻറ്റ് പരിപാടി പോലത്തെ പരിപാടിക്കാണ് ലൈറ്റ് ഡിം ചെയ്ത് വെക്കേണ്ടത്, അല്ലാത്ത പരിപാടിക്ക്, അല്ലാതെ ഇതുപോലത്തെ പ്രോഗ്രാംസിന് നമ്മൾ ലൈറ്റ്സ് കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് വേണം, എന്നാലേ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഫേസ് കാണാൻ പറ്റത്തുള്ളൂ, എന്നാലേ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. വെളിച്ചം കുറച്ച് കൂടിയാൽ കുറച്ച് കൂടെ ചൂടായിരിക്കും എന്നുള്ളൊരു കോമഡിയും കൂടെ പറഞ്ഞിട്ട് പുള്ളി പോയി. ബട്ട് പോയി ഒരു 5 മിനിറ്റ് പോലും ആയില്ല. അതിന് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത ഇതാണ് ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന മെയിൻ പരിപാടി എന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഇത് റിയാലിറ്റിയിൽ കണ്ടതാണ്. സ്റ്റുഡൻസ് ചെയ്ത തന്നെ 100-150 പ്രൊജക്ട്സ് അവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഷോക്കേസ് ചെയ്തിട്ടില്ല ഈ ന്യൂസുകാർ. അതായത് ഇതിൻ്റെ മെയിനായിട്ടുള്ള മ്യൂലേണിൻ്റെ മെയിനായിട്ടുള്ള ഒരു ചേട്ടൻ, ദീപു ചേട്ടൻ, പോയി പ്രസിഡൻ്റുകാരടുത്ത് പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു ഇവൻറ്റ് നടത്തുന്നുണ്ട്, ഇവിടെ വന്ന് നമ്മുടെ 2K കിഡ്സ് ചെയ്യുന്നത് എന്താണെന്നൊന്ന് കണ്ടു നോക്ക്. അതായത് ഒരു സൈഡിൽ 2K കിഡ്സ് ചെയ്യുന്നത് കൊലപാതകം അതൊക്കെയാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരും കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ഇത് പുറം ലോകത്ത് എത്തിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അവർ വന്നിട്ട് ചെയ്ത പരിപാടി ഇതാണ്. ഇനി എന്തെങ്കിലും കണ്ടൻറ്റ് അവർ പുറത്തിടുമോയെന്ന് അറിയത്തില്ല. ബട്ട് ആ ഇവൻ്റ് നടന്ന ഒരു 5 മിനിറ്റ് പോലും ആയില്ല, അവർ ഓൺ ദ സ്പോട്ട് ഇട്ടത് ഇതാണ്: ഹാളിൽ മതിയായ വെളിച്ചമില്ല, സംഘാടകരെ വിമർശിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും നെഗറ്റീവ് ഇട്ടാലേ ഇവർക്ക് പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു പോസിറ്റീവ് കിട്ടത്തില്ല. അപ്പോൾ ആൾക്കാർ ചിന്തിക്കും ആരെങ്കിലും കൊന്നാലോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലോ മാത്രമേ നമുക്ക് ന്യൂസിൽ വരത്തുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ന്യൂസുകാർ ചെയ്യുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഇങ്ങനത്തെ ഒരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ വാല്യുബിൾ ഇവൻ്റാണ്. കാര്യം എന്ന് വെച്ചാൽ സിലിക്കൺ വാലിയിലുള്ള വലിയ വലിയ എൻ്റർപ്രണേഴ്സ് പോലും, അത് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് പോലും വന്ന് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക്
പല മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്യാനും പല സ്റ്റുഡൻസും എന്ത് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളും പാനൽ ഡിസ്കഷൻസും ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊന്നും പുറത്തു വിടാതെ ഈ ന്യൂസുകാർ കാണിച്ച പരിപാടിയോട് വളരെയധികം വിയോജിപ്പുണ്ട്. വെരി ഷെയിം ഏഷ്യാനെറ്റ് ന്യൂസ്. എന്താണെന്ന് അറിയത്തില്ല, ഒരു വാർത്തയെ നിങ്ങൾ ഇട്ടില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ഇവൻറ്റിന് വന്ന് ഇങ്ങനെ ഒരു പരിപാടി എടുത്തിട്ടില്ല ഒന്ന് റിയാക്ട് ചെയ്തത്. കണ്ടില്ലേ എങ്ങനെയാണ് വ്യാജ വാർത്തകളുടെ നിർമ്മിതി ഉണ്ടാകുന്നതെന്ന്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ഒരു വീഡിയോ കണ്ടന്റായി കൊടുത്തിരുന്നതാണ്. ഇതും വാർത്തയാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് മാത്രമല്ല അത് തോന്നിയത്. അത് കണ്ടുകൊണ്ട് അവിടെ സന്നിഹിതരായിരുന്നവർക്ക് പോലും ഇങ്ങനെയൊക്കെ വാർത്ത സൃഷ്ടിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ അവിടെ ജനം അറിയേണ്ട, പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ അറിയേണ്ട പല പോസിറ്റീവ് വാർത്തകൾ ഉണ്ടായിട്ട് ആ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് എന്തൊക്കെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാം, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെ വാർത്തയാക്കി പുറത്തിറക്കാം എന്നതിൻ്റെ ഗവേഷണമാണ് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മുതലാളി തീറ്റിപ്പോറ്റി വിടുന്ന ജന്തുക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുകയാണ്. പരിപാടിയിൽ പങ്കെടുത്തവർ തന്നെ ആ വീഡിയോ പൊളിക്കുമ്പോൾ ഏഷ്യാനെറ്റിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നവൻ്റെ കരണക്കുറ്റിക്കൊരെണ്ണം കൊടുക്കുന്നൊരവസ്ഥയാണ് ആ ഒരു പ്രതികരണത്തിലൂടെ പുറത്തു വരുന്നത്. അതൊക്കെ കണ്ടിട്ട് ഈ പണി ചെയ്യുന്നവൻ അന്തസ്സായിട്ട് ഇത് ചെയ്യാനും പിന്നീട് മാസാമാസം മുതലാളി കൊടുക്കുന്ന കൂലി വാങ്ങി ഞണ്ണാനും തോന്നുന്നുണ്ടല്ലോ എന്നാണ് പറയേണ്ടി വരുന്നത്. കാര്യം എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ പച്ച കള്ളങ്ങളെ വാർത്ത എന്ന പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യക്തിക്കെതിരെ കൃത്രിമമായിട്ടുള്ള ജനവികാരം സൃഷ്ടിക്കാൻ മുതലാളി കൂലി കൊടുത്ത് വിട്ടിരിക്കുന്ന 7ാം കൂലി, അതാണിപ്പോൾ ഏഷ്യാനെറ്റിലെ മാപ്രകളെന്ന് ഈ വീഡിയോ തെളിയിക്കുകയാണ്.